സമാനമായ രീതിയിൽ കോൺഗ്രസും വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചതാണ്. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. സമാനമായ രീതിയിലാണ് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേൽക്കേണ്ടി വന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധവും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് നമ്മൾ കണ്ടതാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, കണ്ണീർവാതകം പ്രയോഗിച്ചതോടെ അവിടെ നിന്ന് പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ കണ്ണീർവാതകം പ്രയോഗിച്ചതിന് പിന്നാലെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഒഴിഞ്ഞു പോയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. മാധ്യമപ്രവർത്തകർ അടക്കം ഇവിടെ മാറുന്ന സാഹചര്യം ഉണ്ടായി. പെട്ടെന്നായിരുന്നു കണ്ണീർവാതകത്തിന്റെ പ്രയോഗം, അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും നിലവിൽ ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ബാരിക്കേഡ് മറച്ചിട്ടു ഈ KSU പ്രവർത്തകർ. പോലീസ് ഇപ്പോൾ പോലീസ് തന്നെ ഇവരെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ നടപടി എടുക്കുന്നത് വരെ, അതായത് SHOക്കെതിരെ നടപടി വേണം എന്ന ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറുക എന്നുള്ളതാണ് ഇവരുടെ ശ്രമം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ 100 മീറ്റർ ഇപ്പുറത്ത് വെച്ച് തന്നെ ഇത് തടയുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്ന് കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വളരെ ശക്തമായ ഒരു പ്രതിഷേധം. ഒരുപക്ഷെ സമീപകാലത്ത് കേസ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രതിഷേധം എന്നതിനെ കണക്കാക്കാം. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിൽ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം മുഖംമൂടി ധരിപ്പിച്ച് എന്തിനാണ് KSU പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയതെന്നാണ്. ആ ആവശ്യത്തിൽ ഉയർത്തി അത് എടുത്ത നടപടി പിൻവലിച്ച അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് KSU ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പോലീസുകാരുമായി പ്രവർത്തകർ ഉന്തും തള്ളിൽ ഏർപ്പെടുകയാണ്. അവർ ഈ SHO ഷാജഹാനെതിരെ നടപടി വേണം, അതല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് പറയുന്നത്. ഒപ്പം ഈ സമരത്തിന് വരുന്ന KSU പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് കൃത്യമായ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെയൊക്കെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് KSU ആക്ഷേപിക്കുന്നുണ്ട്. അത് CPM-ന് വേണ്ടി ചെയ്യുന്ന വിടുപണിയാണ്, അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത്. നേരത്തെ 100-ലധികം വരുന്ന ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായെങ്കിൽ ആദ്യഘട്ടത്തിൽ അതിന് പിന്നാലെ ഈ പ്രതിഷേധം ശക്തമായ ഘട്ടത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. ബാരിക്കേഡ് അടക്കം മറച്ചിട്ടുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ബാരിക്കേഡ് മറിച്ച് ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിലവിൽ ടെയർ ഗ്യാസ് അടക്കം പ്രയോഗിച്ചത് പോലീസ്. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. എന്നാൽ പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ നിൽക്കുന്നില്ല. ഇത് ഷാജഹാനെതിരെയാണ് പ്രധാനമായും മുദ്രാവാക്യവും ആക്ഷേപങ്ങളും ഒക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഗുരുതരമായ അധിക്ഷേപ പരാമർശങ്ങൾ SHO ഷാജഹാനെതിരെ ഉണ്ടായിരുന്നു. ഷാജഹാനെതിരെ മുൻപും ഇവർ ഇത്തരത്തിൽ പരാതികൾ നൽകുകയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ കൂടിയാണ് ഇതിനെ ഇവർ കാണുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഈ പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ KSU തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ പ്രതിഷേധം തുടരുന്നു. ബാക്കിയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ പോലീസ് സേന ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം ഒരു വണ്ടി പോലീസുകാരാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ ക്യാമ്പിൽ നിന്നടക്കമുള്ള പോലീസുകാരെ കൂടുതലായി എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാത്ത ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 5 റൗണ്ടോളം ഈ പറയുന്ന രീതിയിൽ ജലപീരങ്കി ഉപയോഗിച്ചെങ്കിലും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നത് കൂടുതൽ കരുത്തോടുകൂടി മുൻപോട്ട് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനിടയിൽ അവർ ഈ ബാരിക്കേഡും മറിച്ചിട്ട് പൂർണ്ണമായി 5 or 6 ബാരിക്കേഡ് ഉണ്ടായിരുന്നു. കയറ് വെച്ച് കിട്ടിയ 5 or 6 ബാരിക്കേഡ് പൂർണ്ണമായി മറിച്ചിട്ട് പോലീസ് സ്റ്റേഷനകത്തേക്ക് കടക്കുക എന്ന ലക്ഷ്യത്തിൽ മറികടന്ന് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ടെയർ ഗ്യാസ് പ്രയോഗിച്ചത്. പക്ഷേ ടെയർ ഗ്യാസ് പ്രയോഗിച്ചതിലും അതിൽ കൂടുതൽ പേരൊന്നും ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. എല്ലാവരും ഇവിടെ തന്നെ ഭൂരിഭാഗം ആളുകൾ ഇവിടെ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോക് സേവറാണ് ഈ പരിപാടി ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് KSU പ്രവർത്തകർക്ക് നേരെ ഇങ്ങനെ തുടർച്ചയായ ആക്രമണം നടത്തുന്നത് അത് അംഗീകരിക്കാനാവില്ല. ഈ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പേരിൽ എങ്ങനെയാണ് ഈ കേസിലെ പ്രതികളായ KSU പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മുഖംമൂടി ധരിപ്പിക്കാനാകുക? അത് കൃത്യമായ അജണ്ടയുടെ ഭാഗമായി ഷാജഹാൻ നടപ്പാക്കുന്നതാണ്. അതിന് പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അത് ഇനി വെച്ചുറപ്പിക്കാനാവില്ല എന്ന നിലപാടിലാണ് KSU പ്രതിഷേധ സമരം നടത്തിയത്. ആ പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. വിദ്യാർത്ഥികൾ ഈ റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ്. വടക്കഞ്ചേരി ജംഗ്ഷന് തൊട്ട് സമീപമുള്ള റോഡിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. ഈ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ്. സ്വാഭാവികമായും അടുത്ത നടപടി ഇവരെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എന്നാൽ അതിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല. കൂടുതൽ പോലീസുകാർ എത്തിയ ശേഷം അത്തരം നടപടിയിലേക്ക് കടക്കാമെന്നാണ് പറയുന്നത്. ഷാജഹാനെതിരെ വലിയ പ്രതിഷേധം മുഖ്യമന്ത്രിക്കും അതോടൊപ്പം ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ വടക്കഞ്ചേരി SHO ഷാജഹാനുമെതിരെയാണ് ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇരുവരുടെയും കോലം നേരത്തെ പ്രവർത്തകർ കത്തിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.